മലർവാടി ആർട്സ് ക്ലബ്ബ്. കാല് പൊക്കി വെച്ചിട്ട് ഇനി ചേട്ടൻ കാല് പൊക്കി വെച്ചിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അതല്ല ട്രോളാൻ വേണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ, ട്രോളരുത്. ഞാൻ ഇങ്ങനെ കാല് പൊക്കാൻ വന്ന പെട്ടെന്ന് ഓർത്ത് ഇനി വേണ്ട വേണ്ട വേണ്ട, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേട്ടാ, വെറുതെ കാലൊന്ന് മാറ്റി വെച്ചതാ. സത്യത്തിൽ കാല് ഉയർത്തി വെച്ചത് കൊതു കടിച്ചിട്ടാണെന്ന് പറയുന്നത്. അവർ രണ്ടുപേരും അങ്ങനെ കാല് ഉയർത്തി വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ, ഞാൻ ആ വീഡിയോ കണ്ടില്ല പക്ഷെ ഈ ട്രോൾസ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂ ആണ് ഡിസ്കസ് ചെയ്തപ്പം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതൊന്ന് ചെയ്യണം. റോൾ ഇപ്പൊ അജുവിന് കിട്ടിയിട്ടുള്ളത് കണ്ടുകൊണ്ടേൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് ട്രോള് വന്നേക്കുന്നത്. അത് എന്താണ് എക്സ്പ്രഷൻ എന്നൊക്കെ ആൾക്കാർ അടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. കമന്റ്സ് അഡ്മിൻ അയച്ചെന്ന്. അഡ്മിൻ അങ്ങനെ ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ട്. സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കാറില്ല, വേറൊന്നും കൊണ്ടല്ല. ഫേസ്ബുക്ക് പിന്നെയും ഇടയ്ക്ക് നോക്കും, കാര്യം അതിൽ എഴുതി വരുന്നത് കൊണ്ട്. മറ്റേത് നമുക്ക് വലിയ ലേണിംഗ് ഇല്ല. വസന്തമാണല്ലോ ബേസിക്കലി, അപ്പൊ പിന്നെ ഇത് കണക്ട് ആവുമല്ലോ. കമന്റ്സിൽ എന്റെ അഡ്മിൻ ഒരു ക്വാളിറ്റി ഉണ്ട്, എല്ലാ നെഗറ്റീവും എന്നെ എത്തിക്കും. അങ്ങനെ ഒരു വലിയ ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന മുഹമ്മദ് 11-12 വർഷമായി. ഇവരുടെയൊക്കെ ഭയങ്കര ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് നല്ലതൊന്നും എൻ്റെ ജയ് പറയില്ല, കൂടുതൽ നേരം ക്രിറ്റിസിസം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിലെ ഈ റിവ്യൂവേഴ്സ് വന്നപ്പോൾ എനിക്ക് വലിയ പുതുമ തോന്നിയില്ല. അവരും കുറ്റം പറഞ്ഞു, ഇവരും കുറ്റം പറഞ്ഞു. എനിക്കിത് പരിചിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പണ്ട് തൊട്ട് എല്ലാവരും പറയണം, ഇവരും പറയുന്നുണ്ട്. കോളേജിൽ പഠിച്ചപ്പോഴും എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ തന്നെയായിരുന്നു, വളരെ ബ്ലണ്ടായിട്ടുള്ള സത്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്.